മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ളോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ട ചാലക്കുടി ഫ്ലൈ ഓവറിന്റെ തൊട്ടടുത്തുള്ള ന്യൂ കാർ വേൾഡിലാണ് കേട്ടോ. എന്താണല്ലേ നിങ്ങൾ ഇവിടെ കണ്ടോ? ഓക്കെ, യൂസ്ഡ് കാർസ് ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിക്കോട്ടെ, കേരളത്തിൽ തന്നെ യൂസ്ഡ് കാർസിന്റെ ടോപ്പ് സെയിലിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ന്യൂ കാർ വേൾഡ് കേട്ടോ. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോവാം പോരേട്ടാ. പിന്നെ ഗംഭീര ഓഫറുകൾ ഉണ്ടെന്ന് കേട്ടു. എന്തായാലും നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോവാം. നമസ്കാരം, അസ്സലാമു അലൈക്കും. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി. മെയിൻ ആയിട്ട് കൊമേഴ്ഷ്യൽ ആൻഡ് കാർസ് എക്സ്യുവിസ് ആണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവില്. കാറുകളാണെങ്കിൽ നമുക്ക് അതർ രജിസ്ട്രേഷൻസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഒറിജിനൽ കേരള വണ്ടികളും ഉണ്ട്. എല്ലാം മിക്സ്ഡ് ആണ്. 2013 മോഡല്, സെക്കൻഡ് ഓണർ ആണ്. 1,33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ZDI ഓപ്ഷൻ ആണ് വണ്ടി. ഒരു 80% ടയറുകൾ ഉണ്ട് ഓൾറെഡി. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില 4,25,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റീരിയർ ഒക്കെ എങ്ങനെയുണ്ട്? ഇന്റീരിയർ നല്ല ഇന്റീരിയർ ആണ്. ആൻഡ്രോയിഡ് സിസ്റ്റം കയറ്റിയിട്ടുണ്ട്. ഒരു ലേഡി ഉപയോഗിച്ചിരുന്നാണ്ട്, പിന്നെ ലേഡി ആയാലും ജെന്റ്സ് ആയാലും ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് വണ്ടിയുടെ. തീർച്ചയായിട്ടും ഒരു ചളിയോ കാര്യങ്ങളോ ഇല്ലല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിട്ടാ. ഓക്കെ, നമുക്കിത് സർവീസ് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ മേജർ ആക്സിഡന്റുകളോ അതുപോലെ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അതില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ അടുത്ത് നമുക്ക് തുറന്നു പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങള് വണ്ടി ഇടിച്ച വണ്ടിയാണെങ്കിലും റീസെയിലിന് വന്നിട്ട് അത് തട്ടിയ വണ്ടിയാണ്, അതുകൊണ്ടാണ് മാർക്കറ്റ് റേറ്റിൽ ഇത്ര രൂപ കുറവ് എന്ന് പറഞ്ഞിട്ടേ നമുക്ക് കൊടുക്കത്തുള്ളൂ. ഇത് മഹേന്ദ്രയുടെ വെറീറ്റോ നമ്മളെ ടാക്സി ഫീൽഡിലെ ഒരു വിപ്ലവം സൃഷ്ടിച്ച വണ്ടിയാണ്. ഓക്കെ, മൈലേജ് കൊണ്ടും എല്ലാം കൊണ്ടും ഉള്ളതാണ്. മെയിൻ്റെനൻസ് കാര്യങ്ങൾ 2013 മോഡലാണ്. ടാക്സിയാണ്. പേപ്പേഴ്സ് എല്ലാം നമ്മൾ പുതിയത് ചെയ്തു കൊടുക്കും. അതായത് ഇൻഷുറൻസ്, ടെസ്റ്റ്, ടാക്സ് ഇപ്പൊ എല്ലാം പുതിയത് ഇപ്പൊ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ്. പുതിയത് ചെയ്തു കൊടുക്കും. 1,40,000 രൂപയ്ക്ക്. കാര്യമായിട്ട് പൊളിച്ചിട്ടാ. ഇതിന്റെ എൻജിൻ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. 1 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിപ്പോ സെക്കൻഡ് RCയിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് RCയിൽ അല്ലേ? പിന്നെ എടുക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ പേപ്പേഴ്സ് ആയാലും മൊത്തം എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് ഇൻഷുറൻസ്, ടാക്സ്, ടെസ്റ്റ് എല്ലാം പുതിയത് ചെയ്തു കൊടുക്കും അല്ലേ? ടയേഴ്സ് ഒക്കെ നമുക്ക് ഒരു 50% ടയേഴ്സ് ഉണ്ട്. പിന്നെ ആ ഒരു 1,00,000 ടയർ ഒരു 30% ഉള്ളൂ. ഓക്കെ, അല്ല നമുക്ക് 1,40,000 എന്ന് പറയുമ്പോ ഒരു ബൈക്കിന്റെ അല്ലെ, ഒരു സ്കൂട്ടറിന്റെ ഒരു അതായത് പൈസ വരുന്നുള്ളൂ. ചെറുതായിട്ട് ഒരു വണ്ടി ഓടിച്ച് ടാക്സി ഓടിച്ച് ജീവിക്കണം ഒരാഗ്രഹമുള്ള ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടി. തീർച്ചയായിട്ടും ഇന്റീരിയർ ആണ്. ഒരു ടാക്സിക്ക് വേണ്ട അത്രയും ക്വാളിറ്റിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. റിയറിലേക്ക് വന്ന് കണ്ടോ, സീറ്റിംഗ് ഒക്കെ അടിച്ചിട്ടുള്ള വാഹനമാണ്. ഇതോ മേജർ ഇടികളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല, നിലവിലില്ല. പിന്നെ ഈ ബമ്പർ കാര്യങ്ങള്, പിന്നെ ഈ റഷ് ഡ്രൈവിംഗില് ടാക്സി ഓടുന്ന സമയത്തുള്ള സ്ക്രാച്ചസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ എല്ലാ ടെസ്റ്റിലും നമുക്ക് ക്ലിയർ ചെയ്ത് വിടേണ്ടതാണ്. പിന്നെ വാഹനങ്ങളാവുമ്പോ തട്ടമുട്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? സ്വാഭാവികമാണ്. പക്ഷേ അപ്പോ പെട്ടെന്ന് തന്നെ വന്നോ മഹീന്ദ്ര വെറീറ്റോ 1,40,000 രൂപയാണ് റേറ്റ് കേട്ടാ. 2015 മോഡല്. ഇപ്പോ സിംഗിൾ ഓണർ ആയിരുന്നു. ഇപ്പൊ സെക്കൻഡ് RCയിലോട്ട് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള വണ്ടി. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഒരു 70,000 കിലോമീറ്റർ അപ്പ് ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടയേഴ്സ് ഒക്കെ നമുക്ക് ഒരു 55% ഉണ്ടല്ലോ അല്ലെ? ബമ്പർ ഒന്ന് അഴിച്ച് റീഫിറ്റ് ചെയ്യാണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം തിരക്കായിട്ടുള്ള ഇന്റീരിയർ ആണ്. ഒന്ന് ഇന്റീരിയർ ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഇതിന് കുഴപ്പമില്ല, ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാ പറയുന്ന പ്രൈസ്? ഇത് ലാസ്റ്റ് നമുക്കൊരു 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. 3,25,000 രൂപയ്ക്ക് അല്ലേ? ഇവിടെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നു. ഈ ഒരു വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ, ലോണിൽ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും?
അതിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സിബിൽ സ്കോർ അനുസരിച്ചാണ് നമുക്കിപ്പോ ലോൺ ഫെസിലിറ്റിയിൽ വ്യത്യാസം വരുന്നത്. അറൗണ്ട് ഒരു 80% മാക്സിമം ലോൺ വീഴുന്നുണ്ട്. ചില വണ്ടികൾക്ക് 100% വരുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് അതിന് ആ വേരിയേഷൻ നോക്കിയിട്ട് എത്രയാണ് വരുന്നത് ആ എമൗണ്ട് അടച്ചാലും മതിയാവും. 50,000 1 ലക്ഷം എടുത്തൂടെ സുഖമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. 2019 മോഡല് 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. CNG ആണ്. സിംഗിൾ RC ആണ്. ഇപ്പൊ പേപ്പേഴ്സ് എല്ലാം ഓൾറെഡി നിലവില് കറന്റ് ആണ്. മേജർ ഇടികളോ ഫ്ലഡോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മളിത് ഓരോ വാഹനത്തിന് എടുത്ത് ചോദിക്കണത് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. തീർച്ചയായും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറുതായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മള് വിൽപ്പനയ്ക്ക് വരുമ്പോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇടാം. എങ്ങനെയാണ് ഇതിന്റെ മൈലേജ് ഒക്കെ? ഇതിപ്പോ CNG ആകുമ്പോൾ എന്തായാലും ഏകദേശം ഒരു 25-ന്റെ അടുത്തല്ലേ? ഓട്ടോമാറ്റിക് ആണല്ലോ അല്ലെ? അതെ അതെ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ ടയേഴ്സിന്റെ ഒക്കെ? 40% ടയേഴ്സ് ആണ് ഉള്ളത്. ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. ഇന്റീരിയേഴ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ഷോറൂം സർവീസുള്ള വണ്ടിയാണ്. ഷോറൂം ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. നമുക്കപ്പോ കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ഷോറൂം ഹിസ്റ്ററി നോക്കാട്ടോ. തീർച്ചയായിട്ടും. സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. CNG നല്ല സ്റ്റെപ്പിനാണ്. CNG കാര്യങ്ങള് സ്റ്റെപ്പിന് വല്ലാണ്ട് അനങ്ങിയിട്ടില്ലല്ലോ അല്ലെ? ഇല്ല. തട്ടമുട്ട കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ നേരെ ഷോറൂമിലേക്ക് വരാലേക്കാ. തീർച്ചയായിട്ടും വരികയോ വിളിക്കുകയോ ചെയ്യാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കറക്റ്റ് കാണാം കേട്ടോ. നമ്മളെ വീഡിയോയിലൂടെ മാത്രമല്ല, നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയുക. അപ്പൊ ഇത് ലാസ്റ്റിക്ക് എത്ര പ്രൈസ് പറഞ്ഞേ? നിന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് വരുന്ന ആൾക്ക് 4,90,000 രൂപയ്ക്ക് ഞാൻ അത് കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് അല്ലേ? നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് അബൂക്കടെ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് തന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വരികയോ വരുന്ന ആൾക്കാർ 4,90,000 കൊടുക്കാം. ഇവർക്ക് പകുതിയും നമുക്ക് എന്താ പറയാ ടാക്സി പെർമിറ്റ് വണ്ടികളല്ലേ? പിന്നല്ലാതെ. ഓക്കെ, ഇയോൺ വരുന്നുണ്ട്. ഇയോണൊക്കെ എങ്ങനെ പറയുന്നേക്കാം? ഇയോൺ അത് LPG വണ്ടിയാണ്. 2018. അതും വേണം നിന്റെ ഒരു ഓഫറിൽ ചേർത്തിക്കോ. അതായത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് 2 ലക്ഷം രൂപ ഞാൻ കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് 2 ലക്ഷം രൂപ. LPG വണ്ടി 2018 മോഡൽ. 2018 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിണ്ടാവും? കിലോമീറ്റർ ഒരു 1 ലക്ഷത്തിൽ താഴെ. 1 ലക്ഷത്തിൽ താഴെ അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി കേട്ടാ. 2 ലക്ഷം രൂപയ്ക്ക് ഇക്ക തരാന്ന് പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് എന്തായാലും ഇപ്പൊ യൂബർ, ഓല അതിലെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുടെ വാഹനം ഓടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അവർക്കൊരു സ്വന്തം വരുമാന മാർഗമാവും ചെയ്തു. ഇത് വരുമ്പോ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ശതമാനം കട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇന്റീരിയർ നോക്കാട്ടെ. ഇനി ഇന്റീരിയർ കണ്ടില്ല, നല്ല ക്ലീൻ ആൻഡ് ഇന്റീരിയർ ആണ്. സീറ്റ് കവറൊക്കെ പുതിയ സീറ്റ് കവറാണ് അടിച്ചിട്ടേക്കുന്നത്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ കേട്ടാ. നമ്മളിപ്പോ ഒരു വണ്ടി കാണുമ്പോഴുള്ള ഭംഗിയല്ല, അത് യൂസ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഒരു എഫക്ട് ഉണ്ട്. ഓക്കെ, അതിലാണ് ഇപ്പൊ ചിലവര് പറയില്ല ഡോക്ടർ വണ്ടിയാണ്, വക്കീലിന്റെ വണ്ടിയാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന മനുഷ്യന്മാരാ. പക്ഷെ വണ്ടിനെ കൊണ്ടു നടക്കുന്നതിലാണ് കാര്യങ്ങള്. ആക്സിഡന്റുകളോ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, സ്ക്രാച്ചുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മ സ്ക്രാച്ച്ലെസ് ആക്കിയിട്ടുണ്ട്. ഞാൻ നിനക്കിപ്പോ ടാക്സി വണ്ടികൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, ഏകദേശം 152 വണ്ടികൾ ഇപ്പൊ നിലവിലുണ്ട്. ഇവിടെ ഉണ്ട്. എല്ലാ വണ്ടികളും കൂടി നോക്കാൻ നമുക്ക് ഒരു വീഡിയോ പറ്റില്ല, ഒരു 5 എപ്പിസോഡെങ്കിലും വേണ്ടി വരും അല്ലേ? ഓക്കെ, ഈ നോവ എങ്ങനെ പറയണ UP വണ്ടിയല്ലോ? ഇതേ നമ്മളിപ്പോ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മളുടെ ഞങ്ങളിപ്പോ പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാരവാൻ ടൈപ്പ് വണ്ടിയാണ്. കാരവാൻ ടൈപ്പ് വണ്ടിയാണ്. ഉഷാറായിട്ടില്ല. അപ്പൊ എന്തായാലും കാണണല്ലോ, കാരവാൻ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നോവ ഒരു കുഞ്ഞൻ കാരവാൻ ആക്കിയുള്ളത് നമുക്കൊന്ന് കാണാലോ അല്ലെ? ഓക്കെ, അയ്യ പുള്ളി തകർത്തുണ്ടല്ലോ. നിങ്ങളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വാങ്ങാൻ തോന്നുന്നുണ്ടല്ലേ? ഫ്രണ്ട്സ് യൂസ് ചെയ്യും. ഇപ്പതേ ഒരു നമ്മുടെ സുഹൃത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് യാത്രയ്ക്ക് വേണ്ടി നിർത്തിയേക്കാം. പോണെന്നുണ്ടോ വിത്ത് ഡ്രൈവർ. അങ്ങനെ പോണതല്ലേ? പോകാൻ വേണ്ടി ഇത് കൊടുക്കാനുള്ള വണ്ടി തന്നെയാണോ? ഇത് കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടുത്തെ നമ്പർ ആക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാല്ലോ അല്ലെ? ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു കാരവാൻ എന്നുള്ള രീതിയിൽ കൊണ്ടിറക്കണോ അല്ലേ? തീർച്ചയായിട്ടും. സെറ്റ് ട്ടാ. കാറുകളായിട്ട് ഇനി കുറെ വാഹനങ്ങൾ ഉണ്ടല്ലോ അല്ലെ? നമുക്ക് ഒത്തിരി ഉണ്ട്. അതുപോലെ ഇന്നോവ, അതൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒക്കെ എടുക്കണ വാഹനങ്ങൾ. നമുക്ക് പോളോ ഉണ്ടല്ലോ ഡീസല്, അതും അഡ്വാൻസ് ആയിട്ട് എടുക്കണം അല്ലെ? ഓക്കെ, അപ്പോ ഇക്ക നേരത്തെ പറഞ്ഞോളെ 152 വണ്ടികളുണ്ട്. അപ്പോ ആ വാഹനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം പോരായ വരും. ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഓ, ക്രിസ്റ്റ. ടാക്സി വണ്ടികളല്ലോ നോക്കിയായിരുന്നു. അതെ അതെ, ഒരു ക്രിസ്റ്റ പ്രൈവറ്റ് അല്ലേ? പ്രൈവറ്റ്. അപ്പോ ഇത് 2016 മോഡല് B ഓപ്ഷൻ വണ്ടിയാണ്.
1,47,000 കിലോമീറ്റർ ഓടിയേക്കുന്ന സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മളവിടെ നിന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുത്തുള്ള വണ്ടിയാണത്. ഇത് നിന്റെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്ക് ഞാൻ പറയല്ലോ ഒരു ഓഫറായിട്ട് വരണം കൂടി തരാമെന്ന്. 14.5 ലക്ഷം രൂപയ്ക്ക് കേരള നമ്പർ ആക്കിങ്ങിട്ട് ഫ്ലഡ് അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ. അതെല്ലാം ക്ലിയർ ഉള്ള വണ്ടിയാണ്, ഒന്നും ഇല്ലാത്ത വണ്ടിയാണത്. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്കാണെങ്കിൽ 14.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് നമുക്ക് എന്തായാലും മറ്റേത് കാണിച്ച പോലെ അത്ര നീളത്തിൽ കാണിക്കാൻ പറ്റില്ല. അതെ, അത്ര ഉണ്ട്, അത്ര അധികം വണ്ടി ഉണ്ട്. ബൊലോറോ പിക്കപ്പ് തുടങ്ങി ബൊലോറോ മാക്സി ട്രക്ക് ബസ്സുകളുണ്ട്. FP പിക്കപ്പിൽ 1.7 1.3 ഫുൾ എക്സ്ട്രാ ലോങ്ങുകൾ. ഓക്സ് വണ്ടിയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഓണർഷിപ്പ് അല്ല, വണ്ടിയുടെ ചേസ്, വണ്ടിയുടെ പാച്ച് വർക്ക്, പിന്നെ വണ്ടിയുടെ പേപ്പർ, അതിനനുസരിച്ചാണ് വില വ്യത്യാസം വരാം. 1 ലക്ഷം രൂപ തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും അല്ലേ? ഇപ്പൊ അറ്റത്ത് കിടക്കുന്ന 2014 മോഡൽ മാക്സി ട്രക്ക് ബസ് ആണ്. അത് 3.25 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 3.25 ലക്ഷം രൂപയ്ക്ക് അല്ലേ? പേപ്പേഴ്സ് എല്ലാം പുതിയതായിരിക്കും. അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കണോ? ഇല്ല, അത് 8 മാസം വരെ ഉണ്ട് ഓൾറെഡി. ഓഗസ്റ്റ് മാസം വരെ പേപ്പേഴ്സ് ഉള്ളതാണ് എൻഡിൽ കിടക്കണത് അല്ലേ? ഇപ്പുറത്ത് പറയണെങ്കിൽ 2017 മോഡല് എക്സ്ട്രാ ലോങ് ആണ് 1.7 അല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ 5.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. എല്ലാ പണിയും കഴിഞ്ഞ് ഇറങ്ങണ വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. അതിപ്പോ ഈ ഗുഡ്സ് വണ്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ കാറിന്റെ പോലെ വിശദീകരിക്കേണ്ടതില്ല. ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി അതിന്റെ അടിഭാഗം ചേസ് അവർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും അവർക്ക്. പിന്നെ ഈ കിടക്കുന്ന വൈറ്റിനോ? ഇതാണ് ഈ 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബൊലേറോന്റെ 1.7 എക്സ്ട്രാ ലോങ്. പിക്കപ്പുകളിൽ ഇറങ്ങുന്നതിൽ ഏറ്റവും വലുത് ഇതാണ്, ഈ ഒരു വാഹനങ്ങളാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, അശോക് ലൈലാൻഡ് ഉണ്ട്. പിന്നെ ഇത് ഡബിൾ ക്യാബിൻ, ഇതൊക്കെ ഈ കോൺട്രാക്ട് വർക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ റോഡ് വർക്കുകള്, സ്റ്റാഫിനെയും വിത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഡബിൾ ക്യാബിൻ എക്സ്ട്രാ ക്യാമർ ഗോൾഡ്. എങ്ങനെ പ്രൈസ് പറയുന്നത്? ഇതെന്നതിൽ ഒരു 4.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. പവർ സ്റ്റിയറിംഗ് AC വണ്ടിയാണ്. പിന്നെ എക്സ്ട്രാ ലോങ്ങിൽ തന്നെ ഇപ്പോ പിക്കപ്പുകളിലും AC കയറി തുടങ്ങി. ഇപ്പൊ ദോസ്താണല്ലോ AC കൊണ്ടുവന്ന. അതെ, ദോസ്ത് അല്ലെ, പിന്നെ ടാറ്റൈസ് മിന്റൊക്കെ AC ആയിട്ട് ആദ്യം വന്നിരുന്നത്. ബൊലോറോ പിക്കപ്പിലും AC വന്നു തുടങ്ങി. നമുക്ക് AC വരുന്നുണ്ടല്ലോ അല്ലെ? ഇതിന്റെ തന്നെ വേറൊരു വണ്ടി ഉണ്ട് നമ്മുടെ ഇപ്പൊ പെയിന്റിങ്ങിലാണ്. വണ്ടി AC ഉള്ളതാണ്. അശോക് ലൈലാൻഡിനൊക്കെ എങ്ങനെ പറയുന്നത്? ദോസ്തുകൾ നമുക്ക് ഇവിടെ 2012 തുടങ്ങി 2 ലക്ഷം രൂപ തുടങ്ങി ഒരു 6.5 ലക്ഷം രൂപ വരെ ുള്ള വണ്ടികളുണ്ടല്ലോ അല്ലെ? ലൈലാൻഡിന്റെ അശോക് ലൈലാൻഡ് ദോസ്ത്, അത് ഫ്രണ്ട് ലീഫ് ഇല്ലാത്തത്, ഫ്രണ്ട് ലീഫ് ഉള്ളത്, പിന്നെ ബഡാ ദോസ്ത് പ്ലസുകള്. കൂടുതൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം, അതാണ് ഏറ്റവും ഉചിതല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ മൂവാറ്റുപുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയിലോട്ടുള്ള വരാം. തീർച്ചയായിട്ടും. അതെ. പിന്നെ ചാലക്കുടി വണ്ടികൾ മൂവാറ്റുപുഴ വണ്ടികളെക്കാളും ചിലപ്പോൾ ഒരു 15,000 രൂപ കൂടുതലായിരിക്കും. അതുപോലെ പണിതിട്ടുണ്ടാവും. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഏതൊക്കെ വേറെ എടുക്കുന്നത്? കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ എല്ലാ കാറ്റഗറികളും ഉണ്ട്. 3 വീലർ തുടങ്ങി കഴിഞ്ഞിട്ട് 6 വീല്, 10 വീല്, 12 വീല്, 14 വീല് എല്ലാം ഉണ്ട്. ഒക്കെ എന്താ പറയാ, പുത്തം പോലെ ഇരിക്കുന്ന വാഹനങ്ങള്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചാലക്കുടി വണ്ടികൾക്ക് 15,000 രൂപ ചിലപ്പോ മൂവാറ്റുപുഴ മാർക്കറ്റിനേക്കാളും കൂടുതലുണ്ടാവും. വണ്ടികൾ ഇവിടെ പണിതും വേറെ ലെവൽ വണ്ടികളാവും അല്ലേ? ഇതൊക്കെ കിടക്കുന്നത് സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ ഒക്കെ ആവും അല്ലേ? സെക്കൻഡ് ഓണർ ഉണ്ട്, 4ാമത്തെ ഓണർഷിപ്പ്. ശരിക്കും പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ നമ്മള് ഓണർഷിപ്പ് ഒക്കെ പറഞ്ഞോളാം, ഓണർഷിപ്പ് നോക്കേണ്ട ആവശ്യം വരില്ല. പ്രധാനം. പിന്നെ ഈ ഒരു വാഹനങ്ങളുടെ ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും, നേരിട്ട് വിളിക്കുക, വരാലോലേക്കാ. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് വരുമ്പോ നമ്മുടെ വീഡിയോ വിളിക്കുമ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഉണ്ടാവും അല്ലേ? വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവിൽ പറഞ്ഞതിനേക്കാളും വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ന്യൂ കാർ വേൾഡിലെ വിശേഷങ്ങൾ ഇത്രയാണ് വരുന്നത് അല്ലേ? അതിനേക്കാളും ഒരുപാടുണ്ട്, പക്ഷെ എല്ലാം കൂടി ഇങ്ങനെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞോണം ഒരു 3-4 എപ്പിസോഡ് ആക്കേണ്ടി വരും ഇവിടുത്തെ വാഹനങ്ങളുടെ ആ ഒരു വിശേഷം പറയണമെങ്കിൽ അല്ലേ? കൊമേഴ്ഷ്യൽ വാഹനങ്ങളായിക്കോട്ടെ, യൂസ്ഡ് കാർസ് ആയിക്കോട്ടെ, ആവശ്യമുള്ള ആൾക്കാര് ഡയറക്റ്റ് ഇവിടെ വരിക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അവർക്ക് ഇനി മെക്കാനിക്കിനൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെ എടുത്താൽ മതിയല്ലോ അല്ലെ? തീർച്ചയായിട്ടും. അവരാണ് പൈസ കൊടുക്കുന്നത്, അപ്പൊ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം. സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾക്ക് കണ്ണെത്താത്ത ഭാഗങ്ങളിൽ ചിലപ്പോ മെക്കാനിക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഞാൻ കച്ചവടക്കാരനാണ്, ചിലപ്പോ എന്റെ കണ്ണെത്താത്ത ചില കംപ്ലൈന്റുകൾ അവർ വരുമ്പോ
ഈ ഒരു വീഡിയോയിൽ ഇവിടുത്തെ നമ്പർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് അവരെ വിളിക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ന്യൂ കാർ വേൾഡിലെ വിശേഷങ്ങൾ പറഞ്ഞ അൻവർക്ക താങ്ക് യു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ നമുക്ക് വരുന്നുണ്ടല്ലേ, അതായത് ലക്ഷറി കാറുകൾ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയാ ലക്ഷറി കാറുകളുടെ മിനി കൂപ്പർ അങ്ങനെയുള്ള ലക്ഷറി കാറുകളുടെ ഒരു വീഡിയോ ഉടൻ വരും അല്ലേ? ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷം ന്യൂ കാർ വേൾഡിലെ വിശേഷങ്ങളായിരുന്നു. അൻവർക്ക പറഞ്ഞോണം ഒരു എപ്പിസോഡായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത്രയധികം വാഹനങ്ങളാണ് ഇവിടെ കിടക്കണേ കേട്ടോ. നമ്മളത് 2-3 എപ്പിസോഡായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോ അത് ഒറ്റ വീഡിയോ ആക്കി നമ്മള് കുറച്ചൊന്ന് മാത്രം. അപ്പൊ എന്തായാലും ഇവിടുത്തെ വാഹനങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാ പറഞ്ഞോണം. നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ ഉണ്ടാവും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. അത് മാത്രമല്ല എന്തായാലും വാഹനം എടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു തൃപ്തിക്ക് മെക്കാനിക്കിനെ കൊണ്ടുവരാ, ചെക്ക് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് എല്ലാം നോക്കിയിട്ട് വാഹനം എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറാണ് ന്യൂ കാർ വേൾഡ് കൊടുക്കണേ. കഴിയാവുന്നതും നിങ്ങൾ എടുക്കാൻ നോക്കാട്ടാ. അപ്പൊ ഈ ഒരു വീഡിയോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കുന്ന ആൾക്കാർക്കായാലും യൂസ്ഡ് കാർസ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കായാലും പ്രയോജനമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.